നമസ്കാരം. സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഒരു നല്ലൊരു പശ്ചാത്തലത്തിലാണ് ഇരിക്കുന്നത്. ആത്മീയതയുടെ പരിവേഷം പകരുന്ന ഒരു സ്ഥലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊല്ലം ജില്ലയിലെ മനോഹരമായ അച്ചൻകോവിൽ യാത്രയിൽ നമുക്ക് ചെമ്പനടി കഴിഞ്ഞ് വളയത്തപ്പൻകാവ്, കച്ചറയപ്പൻകാവ് കഴിഞ്ഞ് വരുമ്പോൾ അച്ചൻകോവിൽ തടിഡിപ്പോയുടെ സമീപത്ത് കുറച്ചൊരു 300 മീറ്റർ അകത്തോട്ട് കയറുമ്പോൾ ഒരു മനോഹരമായ വനനിബിഡതയിലുള്ള അപ്പുപ്പൻകാവുണ്ട്. കോടമല അപ്പുപ്പൻകാവ്. അപ്പുപ്പൻകാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 999 മലകൾക്കും അധിപനായ കല്ലേലി അപ്പുപ്പന്റെ ഗണത്തിൽപ്പെടുന്ന ഒരു കാവാണ്. ഗോത്ര ആചാരപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പുരാതനമായ കല്ലാണ് ഇവിടെ അപ്പുപ്പനായി ആരാധിക്കുന്നത്. കല്ലേലി അപ്പുപ്പൻകാവിന്റെ അതേ രീതിയിലുള്ള കാവാണ്. അച്ചൻകോവിൽ ക്ഷേത്രവുമായി വലിയ ബന്ധമുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പുപ്പന് വെറ്റിലയും അടക്കയും ഒക്കെ വെച്ചുള്ള താമ്പൂലം നൽകിയാണ് അപ്പുപ്പനെ പ്രീതിപ്പെടുത്തുക. അതുപോലെ കള്ള് പണ്ട് വെക്കുമായിരുന്നു, മദ്യം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ മദ്യവും അതുപോലെ തന്നെ അടക്കയും നേദിച്ചുകൊണ്ടാണ് ഇവിടെ പ്രസാദം. ഊരാളി സമുദായക്കാരാണ് ഇവിടുത്തെ പൂജകൾ നടത്തുന്നത്. അപ്പുപ്പനുമായി ബന്ധപ്പെട്ട ഒരു മലയാണ് നമ്മൾ കാണുന്നത്. അച്ചൻകോവിൽ വനത്തിനുള്ളിലാണ്. 5000 അടി ഉയരത്തിലുള്ള ഒരു മലയാണ്. അപ്പോൾ ഈ കാവുമായി ബന്ധപ്പെട്ട ഇവിടെ നിന്ന് അപ്പൂപ്പനെ നോക്കി അങ്ങോട്ട് ഭജിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ആത്മീയതയും അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ്. ജാതി മത ഭേദമന്യേ എത്തുന്ന കോടമല അപ്പുപ്പൻകാവാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അപ്പുപ്പൻകാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുപോലെ വനവാസികളായ ആൾക്കാർ മാത്രമല്ല, വനയാത്രികർ ഒരു അപകടവും ഉണ്ടാവാതെ ആനയൊക്കെ ഇറങ്ങുന്ന ഇതിന്റെ പിന്നിൽ കാണുന്ന കൂരയൊക്കെ ആന പൊളിച്ചു കളഞ്ഞു. പക്ഷെ അപ്പുപ്പനെ തൊട്ടിട്ടില്ല. അതാണ് പ്രത്യേകത. കാട്ടാനകൾ മേയുന്ന സ്ഥലമാണ്. തെന്മല ഡിവിഷനിൽ വരുന്ന ഭാഗമാണ്. ഏതായാലും അപ്പൂപ്പന് വേണ്ടിയിട്ട് നമ്മൾ താമ്പൂലം ഒന്നും സമർപ്പിച്ചില്ല. ആരോ കൊണ്ടുവന്ന താമ്പൂലം നിങ്ങളെ കാണിക്കുകയാണ്. നമുക്ക് കാവിന്റെ ഒരു കാഴ്ച, മൊത്തത്തിലുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ക്ഷേത്രായനം എന്ന പരിപാടി കാണുക മാത്രമല്ല, ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വാച്ച് ഇറ്റ്, ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ. ആദ്യകാല ദ്രാവിഡ നാഗഗോത്രങ്ങളുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും പിന്തുടരുന്ന ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ക്ഷേത്രമെന്ന് പറയാൻ കഴിയില്ല. വനങ്ങളിലെ അപ്പൂപ്പൻ കാവുകൾ, ശിവന്റെ പ്രതിഷ്ഠയായി കല്ലിനെ ആരാധിക്കുന്ന അപ്പൂപ്പനായി ഭജിക്കുന്ന കാവുകൾ ധാരാളമുണ്ട് നമ്മുടെ വനപ്രദേശങ്ങളിൽ. പ്രകൃതിക്ഷോഭങ്ങളോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ചു കഴിഞ്ഞിരുന്ന ആദിമ ഗോത്രവർഗ്ഗക്കാർ അവരുടെ രക്ഷാകവചമായാണ് അപ്പൂപ്പൻ കാവുകൾ ഉപയോഗിച്ചിരുന്നത്. അവിടുത്തെ പ്രാർത്ഥനയും അവിടുത്തെ പ്രസാദവുമൊക്കെ അവർക്ക് ജീവന്റെ ഒരു തുടിപ്പായിരുന്നു. ജാതി മത ഭേദമന്യേ നാനാജാതി ഭക്തജനങ്ങൾക്ക് ഒന്നുപോലെയുള്ള ആശ്വാസ കേന്ദ്രമാണ്, കാനന വിശ്വാസ കേന്ദ്രമാണ് കോടമലക്കാവ്. കോടമല തേവരെ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ എല്ലാം നടക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. ആദി ദ്രാവിഡ നാഗഗോത്ര സംസ്കാരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും പിന്തുടർന്നു പോകുന്ന ഇതുപോലെയുള്ള ഊരാളിക്കാവുകൾ ധാരാളമുണ്ട് കൊല്ലം ജില്ലയിൽ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അച്ചൻകോവിലെ കോടമലക്കാവ്. ആനയും വന്യമൃഗങ്ങളും മേയുന്ന നിബിഡ വനമേഖലയിലാണ് കോടമലത്തേവരുടെ ഇരിപ്പിടം. ഇതുവഴി പോകുന്നവർ, അറിയാവുന്നവർ ഇവിടെ കയറി ഒരു നാണയമോ അല്ലെങ്കിൽ ഒരു താമ്പൂലമോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരിയോ കത്തിക്കാതെ പോകാറില്ല. അത്രയ്ക്കുണ്ട് കോടമലത്തേവരുടെ ശക്തി എന്നാണ് പറയുന്നത്. ഊരാളി സമുദായക്കാരാണ് ഇപ്പോഴും ഇവിടെ പൂജ നടത്തുന്നത്. ഭാരതീയ ഋഷി പാരമ്പര്യത്തിന്റെ മൗലികമായ ആർജവും ശക്തി സ്വരൂപവും സംശുദ്ധിയും തേജസ്സും സമഞ്ജസമായി സമ്മേളിക്കുന്ന അപൂർവം കാവുകളിലൊന്നാണ് കോടമലക്കാവ്. ആചാരവും അനുഷ്ഠാന കർമ്മങ്ങളും ഗോത്രപാരമ്പര്യത്തിൽ ഇന്നും പുതിയ കാലഘട്ടത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. പാരമ്പര്യമായ ഒന്നും ഇവിടെ മാറ്റം വന്നിട്ടില്ല. കോടമലയപ്പൂപ്പന്റെ മുന്നിലെത്തി താമ്പൂലം സമർപ്പിച്ച് അപ്പൂപ്പനെ വിളിച്ചപേക്ഷിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ലെന്നാണ് ഇവിടെ എത്തുന്നവരുടെ അനുഭവം. കുറച്ചുനേരം ഈ കോടമലക്കാവിൽ ഇരുന്നാൽ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും. ആത്മീയതയുടെ പരിവേഷം ഉണ്ടാകും. എല്ലാം മറന്ന്, എല്ലാം ത്യജിച്ച് കുറച്ചുനേരം ധ്യാനനിമഗ്നരായി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കോടമലക്കാവ്. ഇനിയും ഗോത്രാചാരങ്ങളും ഗോത്ര അനുഷ്ഠാനങ്ങളുമായുള്ള നിരവധി കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ വിഷൻ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും അടുത്ത ഒരു കാഴ്ചയുമായി കാണാം.